അയ്യോ മൊബൈലിനകത്ത് ഇരുട്ട് കയറി കിടക്കുന്നു ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് വന്നതാണ്. അപ്പം പോയി വന്ന് നമ്മളല്ല, ഞാൻ മാത്രമാണ് പോയത്. അപ്പോൾ രണ്ടിടത്ത് പോയിട്ട് വന്നു, 2 ചടങ്ങുണ്ടായിരുന്നു, പോയിട്ട് വന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് എന്താ സ്പെഷ്യലെന്ന് നോക്കാം. ഇന്ന് ഞായറാഴ്ചയിൽ മക്കളാണെന്ന് ഉച്ചയ്ക്ക് അടുക്കളയിൽ. അപ്പം നോക്കാം കേട്ടോ. ബാ, അതെ അടുക്കള അമ്മ നിൽക്കുന്നത്. ഇഡലിയാണ് രാവിലത്തെ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ നെത്തോലി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അടുക്കളയിൽ ഇന്ന്. എന്തൊക്കെ കറികൾ വയ്ക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അറിയത്തില്ല എന്ത് കറിയാണെന്ന്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അടുത്ത് അവർ അച്ഛനും മോളും കൂടെ സംസാരിച്ചു. അപ്പം ഗൈസ്, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ, രണ്ടാമത് കേട്ടാണോന്ന് അറിയത്തില്ല. 2 ഇടത്ത് മരണച്ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ 2 ഇടത്തായിട്ട് പോയിട്ടാണ് വന്നത്. അന്ന് കയറിയപ്പം ഒരിടത്തുനിന്ന് കാപ്പി കുടിച്ച്, ഒരിടത്തുനിന്നും കഴിച്ചില്ല. 2 ഇടത്ത് പോയപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചില്ല ഗൈസ്. അപ്പം വീട്ടിൽ വന്നപ്പോൾ പിള്ളേർ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കുകയാണ്. അപ്പോൾ അവർ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്ന് കാണുന്നത്. ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. മൂത്തോളം അടുക്കള നിൽക്കണം. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം. അവർ ഉണ്ടാക്കട്ടെ. ഞാനായിട്ട് കയറി കിടന്ന് അവിടെ ബഹളം വയ്ക്കുന്നില്ല. ബഹളമല്ല, ഒരാൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മളും കൂടെ ചെന്ന് നടക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ശല്യമായിരിക്കും. അതുകൊണ്ടിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വണ്ടിയിലിരിക്കാൻ സ്ഥലമില്ലായിരുന്നു. ഓട്ടോയിലാണ്. അപ്പം അമ്മ എൻ്റെ മടിയിലാണ് ഇരുന്നത്. ഇവിടെ നിന്ന് മുട്ടത്തുറന്ന് നെയ്യാറ്റിങ്കര ഒരു അമ്മൻ്റെ മടിയിലിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മുട്ട് ഭയങ്കര വേദന. ഞാൻ വന്ന് വിട്ടത് എനിക്ക് മാത്രമാവേ. അതുകൊണ്ടിട്ട് ഉണ്ടാക്കിയതിന് ശേഷം കാണും കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിത് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് വെള്ളക്കപ്പ, തേങ്ങയൊക്കെ ഇട്ട് കടുപൊടിച്ച് വെള്ളക്കപ്പ, ചിക്കൻ കറി, നൊത്തോലി മീൻ, അവിയൽ, ഇത് കുഞ്ഞു പീസ്. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കുള്ള കറിയാണ് വെള്ളക്കപ്പയെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ കപ്പ ഉണ്ടാക്കി എങ്ങനെയെന്നറിയാം. നമ്മൾ തേങ്ങാപ്പാലെടുത്തിട്ട് തേങ്ങാപ്പാലെടുത്തിട്ട് അതിൻ്റെ തേങ്ങയാണ് കപ്പയിലോട്ട് ഇട്ടത്. പക്ഷേ ഒത്തിരി തേങ്ങയുടെ ഇതും കിട്ടത്തുമില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ, വെറുതെ തേങ്ങ കളയണ്ടേ. തേങ്ങ കളയാൻ പാടില്ല, കാരണം കൊത്തായിരുന്നാലും നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ഇത് പിന്നെ പഞ്ചസാര ശകലം തൂറ്റിയാൽ മതി. അത് ചെയ്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. കടുവൊക്കെ പൊട്ടിച്ചെടുത്ത് ഒത്തിരി തേങ്ങാപ്പാലെടുത്ത്, വലിയൊരു തേങ്ങയുടെ തേങ്ങയാണ് എടുത്തിട്ട് ചിക്കൻ കറി തേങ്ങാപ്പാലെടുത്ത്. അപ്പം എൻ്റെ മോളാണ് ഇന്നത്തെ സ്പെഷ്യൽ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത്. വെള്ളക്കപ്പയിൽ കടുക് പൊട്ടിച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ്. അപ്പം ഇന്നാണല്ല. അപ്പം ഞങ്ങൾ ഇത് കഴിക്കട്ടെ. അപ്പം ഇതൊക്കെയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ കേട്ടൊക്കെ. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിത് കഴിക്കട്ടെ. കഴിക്കണേ കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ കഴിക്കണമെങ്കിലും. നല്ല ചൂടാണ്. നൊത്തോലി അവിയലിൽ മാങ്ങയും പുളിച്ചിക്കൊക്കെ ഇട്ടത്. കുഞ്ഞു നൊത്തോലി, അതിൽ ഒരു നൊത്തോലി മാത്രം വലുത്, ബാക്കിയെല്ലാം കുഞ്ഞു നൊത്തോലി. പരൽ കൊടുത്തു. നമ്മൾ സൂക്ഷിച്ചെടുത്ത് മണ്ണൊക്കെ കളഞ്ഞെടുക്കണം തല, അല്ലെങ്കിൽ തലയിൽ മണ്ണിരിക്കും. ബൈ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.